ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, താങ്കളുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ വിശദമായി വായിക്കുകയുണ്ടായി. കടുത്ത അമർഷവും കടുത്ത പ്രതിഷേധവും ഒക്കെ അതിൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടികൾക്കെതിരായ സൈബർ അതിക്രമത്തിന്റെ പേരിലുണ്ട്. കോൺഗ്രസിനുണ്ടാകുന്ന മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുണ്ട്. ആരാണ് കോൺഗ്രസിന്റെ തൊണ്ടയിൽ പുഴുത്ത അങ്ങ് പറയുന്ന തുപ്പിക്കളയേണ്ടുന്ന പ്രശ്നമുണ്ടാക്കുന്ന ആൾ എന്നത് സംബന്ധിച്ചുള്ള ഒരൊറ്റ പേര് പുറത്തു വരിക എന്നുള്ളത് മാത്രമാണോ കോൺഗ്രസിന്റെ പ്രശ്നം? അല്ല, ഇതില് പേര് പരാമർശിക്കാതെ ആർക്കും എന്തും പറയാം. അങ്ങനെ നിർത്തുമ്പോൾ കേരളത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ മുഴുവൻ നേതാക്കന്മാരും സംശയമില്ലാതെ അത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് പരാതി ഉന്നയിച്ച പെൺകുട്ടിയോട് പറയാനുള്ളത് പേര് വെളിപ്പെടുത്തണം, പേര് വെളിപ്പെടുത്തപ്പെടണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല, പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടി ഇത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം. കാരണം ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്കും ഈ പാർട്ടിയിലെ നേതാക്കന്മാര് നമ്മളുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ കൊള്ളാത്തവരാണെന്നുള്ള ആക്ഷേപം ഉണ്ടായിക്കൂടാ. ഒരു കോൺഗ്രസ് നേതാവിന്റെയും സ്വകാര്യമായിട്ടുള്ള ഇടപെടലുകളുടെ പേരിൽ നാട്ടിലെ കോൺഗ്രസിന്റെ സാധാരണപ്പെട്ട പ്രവർത്തകരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നുള്ള ആക്ഷേപം ഞങ്ങളുടെ എതിർചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പറയാൻ ഇടപെട്ടത്. കാരണം കുറെ കാലമായി പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഒരുപാട് പ്രയാസം. ഡോക്ടർ ജിൻഡോ ജോൺ കേൾക്കാമോ? ഡോക്ടർ ജിൻഡോ ജോൺ, അങ്ങേക്ക് കേൾക്കാമോ? ഉടൻ തന്നെ ടെലിഫോൺ ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കാം. ഡോക്ടർ ജിൻഡോ ജോൺ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് തന്നെയാണ്. കുറെ കാലമായി പ്രതിപക്ഷത്തിരിക്കുന്നുണ്ട്, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പല ഘടകങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ ആ പേര് ഈ പരാതി പറഞ്ഞ പെൺകുട്ടിയും പറയേണ്ടുന്നതിന്റെ ആവശ്യകതയുണ്ട്. ഒരു തരത്തിലും ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ചോ അതിന് ആ പെൺകുട്ടി കാണിച്ച ആർജവത്തെക്കുറിച്ചും എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം. പക്ഷേ പേര് പറയേണ്ടത് താൻ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളുടെ എല്ലാം അനിവാര്യതയാണ് എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട് ഡോക്ടർ ജിൻഡോ ജോൺ. പക്ഷേ റിനിയുടേതായ ന്യായങ്ങളുമുണ്ട്. പക്ഷെ അതിലൊരു നിലപാടെടുക്കാൻ കോൺഗ്രസ് വൈകരുത് എന്ന ആവശ്യം കൂടി ഡോക്ടർ ജിൻഡോ ജോൺ വ്യക്തമാക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ വിശദവും വളരെ ഡിമാൻഡിങ്ങുമായിരുന്നു. ഡോക്ടർ ജിൻഡോ, അങ്ങേക്ക് തുടരാം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് അത് നമ്മൾ ഒരു പെൺകുട്ടി, നമ്മൾ ഓരോ ആളുകളുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുകയും അത് എത്തരത്തിൽ മാറണമെന്നുള്ളതൊക്കെ. അത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സാണ്. ആ വ്യക്തിപരമായിട്ടുള്ള ചോയ്സിന്റെ പേരിലുള്ള ഒരു ഭാരവും ഒരു അധിക ഭാരവും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ചുമലിൽ വെച്ച് കെട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ അത് നോയാണ് എന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ഒരാൾക്കും പറ്റിയ ഇടമല്ല കോൺഗ്രസ്. പ്രജ്വൽ രേവണ്ണയെ പിന്തുണയ്ക്കുന്ന BJPക്കെതിരെ ഞങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരെ ഞങ്ങൾ നാളെയും പറയുമ്പോൾ, ഞങ്ങൾക്ക് പറയാൻ ഞങ്ങളുടെ നാവിന് ബലമുണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കെതിരെ ഒരു പെൺകുട്ടി ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അത്തരം പെൺകുട്ടികളെ സരിതയോട് ഉപയോഗിക്കുന്ന നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. സരിതയെ പോലെ അല്ല ഇത് കാണേണ്ടത്. ഉമ്മൻചാണ്ടിയുമായിട്ടല്ല ഈ ആരോപണത്തിന് വിധേയപ്പെടുന്ന ആളുകളെയും കമ്പയർ ചെയ്യേണ്ടത്. ഉമ്മൻചാണ്ടിയുടെ 50 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ആക്ഷേപം കേട്ടിട്ടില്ല. ആക്ഷേപം ഉന്നയിച്ച ആൾക്കെതിരെയാണ് പൊതു മനസാക്ഷി ഉണ്ടായതെന്ന് നമുക്ക് കണ്ടതാണ്. അങ്ങനെയല്ല ഇത്തരം സാഹചര്യങ്ങൾ. ഇവിടെ സാധാരണ പ്രവർത്തകരുടെ ഒരു ഫോൺ എടുക്കാൻ പോലും പറ്റാത്തത്ര തിരക്കുള്ള ആളുകൾ എങ്ങനെയാ രാത്രി കാലങ്ങളിൽ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കാൻ സമയം കണ്ടെത്തുന്നത്? അപ്പൊ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ നാളെ ഞങ്ങളുടെ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറയാൻ പാടില്ല. എന്റെ അമ്മയുടെയും എന്റെ പെങ്ങളുടെയും അല്ലെങ്കിൽ എന്റെ മകളുടെയും എന്റെ ഭാര്യയുടെയും നമ്പർ എന്റെ സഹപ്രവർത്തകന് കൊടുക്കാൻ എനിക്ക് മടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് വെല്ലുവിളിച്ച് സംസാരിക്കും. ഇതിലൊരു ക്ലാരിറ്റി വേണം. യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ സംശയത്തിന്റെ നിലയിൽ നിർത്താൻ പാടില്ല. ഒരുപാട് പ്രയാസപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ അധ്വാന ഫലമാണ് ഇന്ന് കേരളത്തിലെ യുവാക്കളുടെ ഹരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സമര സംഘടന. ഇതിനെ ആരുടെയും സംശയത്തിന്റെ നിലയിൽ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ ചർച്ചകൾക്ക് വിവസ്ത്രമായിട്ട് തെരുവിൽ വിട്ടുകൊടുക്കാനോ തയ്യാറല്ല. കാരണം ഇത് ആരുടെയും പിതൃസ്വത്തല്ല ഈ സംഘടന. നാളെ ഈ സംഘടന ഇന്നുള്ളതിനേക്കാൾ ശക്തിയോടെ ഉണ്ടാകണമെങ്കിൽ തെറ്റുകൾ തിരുത്തി മുന്നേറണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ കുറച്ചു മുൻപ് പാലക്കാട് DCC അധ്യക്ഷൻ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു, ശ്രീ A. തങ്കപ്പൻ. അദ്ദേഹം പറയുന്നത് വ്യക്തത വരട്ടെ എന്നാണ്. ഇനി എന്ത് വ്യക്തത എവിടെ നിന്ന് വരും എന്നാണ്. എന്തുകൊണ്ടാണ്? നേരത്തെ KC വേണുഗോപാലിനോട് മാധ്യമങ്ങൾ സമീപിക്കുമ്പോൾ അദ്ദേഹം നിർത്താതെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിന് ആർക്കും ആകാമല്ലോ, എന്തുകൊണ്ടാണ് പോകുന്നത്ര പോകട്ടെ എന്ന നിലപാട്? അല്ല, അതില് മാധു, എല്ലാവരും ഒരുപോലെ അഭിപ്രായം പറയണമെന്നില്ല. അഭിപ്രായം പറയാതിരിക്കുന്നതും അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ച് സംരക്ഷിക്കാതെയുള്ള മൗനവും
ഒരു തരത്തിലുള്ള നിലപാട് തന്നെയാണ്. കാരണം കൃത്യമായിട്ട് പരാതികൾ രേഖപ്പെടുത്തപ്പെടുമ്പോഴാണ് നമുക്ക് സ്റ്റാൻഡ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെ നമ്മൾ ഊഹാപോഹങ്ങളുടെ പേരിലോ കേട്ടുകേൾവിയുടെ പേരിലോ നടപടി എടുക്കാൻ പറ്റില്ല. പാർട്ടിയുടെ മുമ്പിൽ ഒഫീഷ്യലി പരാതി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിച്ച നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം കോൺഗ്രസ് പാർട്ടിക്ക് കോടതിയും പോലീസ് സ്റ്റേഷനും ഇല്ല. അതിനപ്പുറത്ത് വ്യക്തിപരമായിട്ട് ആ പെൺകുട്ടി നേരിട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ നിയമപരമായിട്ടുള്ള ഒരു കുറ്റമായതുകൊണ്ട് പോലീസിലും പരാതി നൽകപ്പെടേണ്ടതാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരാൾക്ക് ഇവിടെ അധിക പ്രിവിലേജ് കിട്ടേണ്ടതില്ല. ഒരു സാധാരണക്കാരന് കിട്ടാത്ത ഒരു പ്രിവിലേജും ഓരോ നേതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും കിട്ടേണ്ടതില്ല. അവർ കുറെ കൂടി ഉത്തരവാദിത്തമുള്ളവരായി മാറണം. കാരണം അവര് എല്ലാ പ്രിവിലേജുകളുടെയും സംരക്ഷണത്തിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉത്തരവാദിത്ത ബോധം കൂടുതൽ ഉണ്ടാകേണ്ടതാണ്. അതിൽ അവർ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ മറുപടി പറഞ്ഞേ പറ്റൂ. ഒളിവിലിരുന്നിട്ട് കാര്യമില്ല. ശരി, ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും നേരത്തെ സ്നേഹ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അവരുടെ ഒഫീഷ്യൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു ഓഡിയോ സന്ദേശം നമ്മൾ പ്രക്ഷേപണം ചെയ്യുകയുണ്ടായി. അവർ പറയുന്നത് ഈ ആരോപണം ഡിവൈഎഫ്ഐക്ക് നേരെയല്ല, ഈ ആരോപണം ഉണ്ടാകുന്നത് യുവമോർച്ചയ്ക്ക് നേരെയല്ല, ഇത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെയും യൂത്ത് കോൺഗ്രസിനെയും കുറിച്ചാണ് ഈ തുടരാരോപണങ്ങൾ ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന് പറയാമല്ലോ, നടപടികളിലേക്ക് പോകാമല്ലോ, പോലീസ് കേസ് കൊടുക്കാമല്ലോ, എന്നെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോ അല്ലാത്ത കാര്യങ്ങളൊക്കെ പ്രതികരിക്കുന്നവരാണല്ലോ, ഈ കാര്യം വരുമ്പോൾ എന്തുകൊണ്ട് മൗനം എന്ന ചോദ്യം ഉണ്ടാവുകയാണ്. അല്ല, അതിന് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതില് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാർ. ഒരൊറ്റ നിമിഷം ഡോക്ടർ ജിൻഡോ ജോൺ ഒന്ന് തുടരണേ. ശ്രീ വി ഡി സതീശന്റെ പ്രതികരണം. മധു, വി ഡി സതീശൻ ഇവിടെ സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി എത്തിയതാണ്. പരിപാടി കഴിഞ്ഞ ശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയപ്പോൾ പരിപാടിക്ക് പോവുകയാണ്. പ്രതിപക്ഷ നേതാവിനെ കാത്ത് ഇവിടെ ഈ പരിപാടിയുടെ സംഘാടകർ ഒരുപാട് സമയമായി നിൽക്കുകയായിരുന്നു. അതിനാൽ താൻ ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കാമെന്ന് വ്യക്തമാക്കിയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ പരിപാടി നടക്കുന്ന ഹോളിലേക്ക്. ഈ പ്രോഗ്രാമിന് ശേഷം വിശദമായ പ്രതികരണം ഉണ്ടാകും എന്ന് വി ഡി സതീശൻ പറയുകയാണ്. ഡോക്ടർ ജിൻഡോ ജോൺ, പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം, ഒരു നിലപാട് കൃത്യമായി സംശയലേശമന്യേ ഒരു സംശയങ്ങൾക്കും ഇട നൽകാതെ നൽകും എന്നങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ അതിൽ രണ്ട് കാര്യമുണ്ട് മധു. അതിൽ ഒന്ന്, ഇന്നലെ ആ പരാതി ഉന്നയിച്ച പെൺകുട്ടി പ്രതിപക്ഷ നേതാവിനെ ഞാൻ അച്ഛനെ പോലെ കണ്ണു പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അത് നമ്മൾ ആരെങ്കിലും, ഒത്തിരി പേര് നമ്മളോട് പല സ്വകാര്യമായിട്ട് പല അഭിപ്രായവും പരാതികളും പറയും. അങ്ങനെ നമുക്ക് നടപടി സ്വീകരിക്കാൻ പറ്റില്ല. നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട പരാതി ഉണ്ടെങ്കിലാണ് നടപടി സ്വീകരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു ശരിയായ രീതി എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ പണ്ട് അച്ഛനെ പോലെ എന്ന് കരുത പിന്നീട് ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കുന്ന നിലപാടുണ്ടായി. അപ്പോൾ പോലും ഞാൻ ആ യുവനടിയെ ആക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്, അവരുടെ പരാതിക്ക് കാത് കൊടുത്ത് പരിഹരിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം. അല്ലാതെ അവരെ സരിതയോട് ഭൂമിക്കുന്ന നിലപാടോട് എനിക്ക് യോജിപ്പില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാക്കന്മാരോ യുവമോർച്ചയുടെ നേതാക്കന്മാരോ ഇത്തരത്തിൽ ആക്ഷേപത്തിന് വിധേയമാക്കപ്പെട്ടാൽ, ആരോപണത്തിന്റെ മുന്നിൽ നിന്നാൽ ഞാൻ എങ്ങനെ സംസാരിക്കും എന്നുള്ളതിനേക്കാൾ ആർജവത്തോടെ ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കണം. കാരണം ഞാൻ എന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വിഷയത്തിൽ ക്ലാരിറ്റി വരുത്തിയാലേ എനിക്ക് അവർക്കെതിരെ നാളെ സംസാരിക്കാൻ പറ്റുള്ളൂ. പണ്ട് എങ്ങനെ സംസാരിച്ചിരുന്നോ അതിനേക്കാൾ ആവശ്യത്തോടെ മറ്റ് സമയങ്ങളിൽ പറ്റണമെങ്കിൽ ഈ വിഷയത്തിൽ ക്ലാരിറ്റി വന്നേ പറ്റൂ. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പാർട്ടിയല്ല. വ്യക്തികൾ ഇതിന്റെ ഭാഗം മാത്രമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സകല ആളുകൾ ഇതിന്റെ ഭാഗം മാത്രമാണ്. ഈ പാർട്ടി എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളുടെ ചെയ്തികളുടെ പേരിൽ ആക്ഷേപിക്കപ്പെടാനോ തെരുവിൽ വിവസ്ത്രമാക്കപ്പെടാനോ ഉള്ളതല്ല. ഒറ്റ കാര്യം കൂടി ഡോക്ടർ ജിൻഡോ ജോൺ, ഈ പരാതി ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ ഇപ്പോൾ ഹണി ഭാസ്കരൻ അവർക്ക് അയച്ച മെസ്സേജുകളുടെ ഒരു സ്വഭാവം കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ മെസ്സേജ് അയച്ചതിനെ കുറിച്ചുമായിരുന്നില്ല അവരുടെ പരാതി. അതിനുശേഷം അവരാണ് മെസ്സേജ് അയച്ചത് എന്ന നിലയ്ക്ക്, അതെപ്പോഴും ചെയ്യാറുണ്ട് എന്ന നിലയ്ക്ക് സ്വന്തം കൂട്ടുകാരോട് പറഞ്ഞു എന്ന പരാതി കൂടി ഉന്നയിക്കുകയാണ്. ഇപ്പോൾ മാതൃഭൂമി ന്യൂസിന്റെ ഈ വാർത്തയ്ക്ക് താഴെ പല ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹണി ഭാസ്കരൻ PM ആഷയുടെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ, AK ഷാനിബിന്റെ കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ, അതായത് ഈ ആരോപണങ്ങളൊക്കെ പറയുന്നവരുടെ, കാര്യങ്ങൾ തുറന്നു പറയുന്നവരുടെ രാഷ്ട്രീയ ലാക്കാണ്, അവരൊക്കെ ഇത് രാഷ്ട്രീയമായി മാത്രം ഉപയോഗിക്കുന്നവരാണ് എന്ന തരത്തിൽ തേജോവധം ചെയ്യുകയാണ്. അപ്പൊ ആരും ഒന്നും പറയണ്ട എന്നാണോ? അല്ല, അതൊരു ശരിയായ രാഷ്ട്രീയമല്ല എന്ന് തന്നെയാണ് എന്റെ ബോധ്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ PM ആഷയോടൊപ്പം അല്ലെങ്കിൽ BJP CPM നേതാക്കന്മാരുടെ മന്ത്രിമാരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ആക്ഷേപം ഉന്നയിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നില്ല. അവരെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അലൈൻ ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് അവർ നേരിടുന്ന ആക്ഷേപങ്ങൾക്ക് എതിരെ പരസ്യമായിട്ട് അഭിപ്രായം പറയാനുള്ള അവരുടെ അവകാശം നിഷേധിക്കപ്പെടാനും പാടില്ലല്ലോ. അപ്പോ അവരുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ, അത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്, ചർച്ച ചെയ്യാം. പക്ഷേ അവരുന്നയിക്കുന്ന ആക്ഷേപത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന വ്യക്തികൾ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഈ വിഷയം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ആരോപണ വിധേയൻ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് പോലെ തന്നെ.
ശരി, വളരെയധികം നന്ദി. ഡോക്ടർ ജിൻഡോ ജോൺ പ്രതികരിച്ച ആർജവമുള്ള നിലപാടാണ് കോൺഗ്രസിന്റെ നേതാക്കൾ സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവിന്റെ ഓഡിയോ സന്ദേശം നമ്മൾ കേട്ടതിൽ വ്യക്തത വരുത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഡോക്ടർ ജിൻഡോ ജോണിന്റെ വിശദമായ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ വായിച്ചുകൂടി കേൾപ്പിച്ചു പ്രേക്ഷകരെ. ആ നിലപാടിൽ വ്യക്തത വരുത്തണമെന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ തുറന്നു പറയുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന വ്യക്തി അധിക്ഷേപങ്ങൾ കൂടി ഓഡിറ്റ് ചെയ്യപ്പെടും എന്ന് കോൺഗ്രസിന്റെ അണികൾ, കോൺഗ്രസിനോട് അനുഭാവമുള്ള സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർ ആലോചിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇത് ആദ്യത്തെ ആരോപണമല്ല. പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണത് പറയേണ്ടി വരുന്നത് എന്ന സാഹചര്യം പരിശോധിക്കാതെ ആ പറയുന്ന ആളുകളുടെ രാഷ്ട്രീയ പശ്ചാത്തലമോ അവരുടെ വ്യക്തിബന്ധങ്ങളോ സൂചിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്.